हरे कृष्णा जय श्री राधे राधे सर्वं श्री राधा कृष्णार्पणमस्तु जय श्री राधे राधे ആരെങ്കിലും ഉണ്ടോ ഞാൻ കുറേ ദിവസമായി ലൈവിൽ വന്നിട്ട് യദുകുലനാഥന്റെ ലീലാവിനോദങ്ങൾ ഇതളിട്ട വൃന്ദാവനം പ്രിയ സഖിരാധതൻ പൂമേനിയിൽ പൂത്ത പുളകങ്ങൾ ഇതളിട്ട വൃന്ദാവനം കണ്ണനമരുന്ന കരുണതൻ നന്ദാവനം യദുകുലനാഥന്റെ ലീലാവിനോദങ്ങൾ ഇതളിട്ട വൃന്ദാവനം. ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം ആകുലതകളൊന്നുമില്ലാണ്ട്, നമുക്കൊരു പേടിയും ഇല്ലാണ്ട്, ഒരു വിഷമവും ഇല്ലാണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ബ്ലെസ്സിൽ എപ്പോഴും സന്തോഷമായിട്ട് ആനന്ദമായിട്ട് ഒരു ഭയവും ഇല്ലാണ്ട് ഇരിക്കണ ഒരു സ്ഥലം. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. പക്ഷെ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടാനില്ല. കാരണം എല്ലാ സ്ഥലത്തും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ മനസമാധാനത്തോടു കൂടി ഇനി നാളെ മുതൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നടക്കൂല. എപ്പോഴും ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ വിചാരിക്കും നമ്മൾ നല്ല സേഫായിട്ട് നമ്മൾക്ക് നമ്മുടെ ചുറ്റിനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം എന്ന് പറയുന്ന പരമമായ സത്യമാണ്. നമ്മൾ ജനിക്കണ തന്നെ എന്തിനാന്നറിയോ? മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ജനിക്കണ നമ്മൾ ഇങ്ങനെ ചുറ്റുപാടും ആളുകൾ പല രീതിയിലും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ പേടിക്കുക. മരണഭയം ഉണ്ടായിട്ട് പേടിച്ചിട്ട് നമ്മളിങ്ങനെ വിഷമിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക നമുക്ക് എങ്ങനെയായിരിക്കും. നിങ്ങൾ ആലോചിക്കാറുണ്ടോ എങ്ങനെയായിരിക്കും നമ്മുടെ അവസാനം എന്ന്? എന്തായിരിക്കും ആ ലാസ്റ്റിൽ സംഭവിക്കാന്ന്? ആർക്കും പറയാൻ പറ്റില്ല, ആർക്കും അറിയില്ല അതെങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അനായാസേന മരണം. അനായാസമായിട്ട് മരിക്കാൻ പറ്റാം. വിനാദൈനേന ജീവന. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ, ഒരു ദ്രോഹം ഉണ്ടാക്കാണ്ട്, ആർക്കും ഒരു ഭാരമാവാണ്ട് ജീവിക്കാൻ പറ്റാം. അനായാസേന മരണം വിനാദൈനേന ജീവന ദേഹിമേ കൃപയാ വിഷ്ണു ത്വയും ഭക്തിമ ചഞ്ചലം. അതായത് ഭഗവാനിൽ അചഞ്ചലായിട്ട് ഭക്തി ഉണ്ടാവുക. അങ്ങനെയുള്ള എനിക്ക് ഭഗവാനിൽ അചഞ്ചലായിട്ട് ഭക്തി ഉണ്ടാവണേ. എനിക്ക് അനായാസായ മരണം തരണേ. എനിക്ക് മറ്റുള്ളവർക്ക് ദ്രോഹമാകാത്ത രീതിയിലൊരു ജീവിതം ഉണ്ടാവണേ. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഭഗവാനാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ ചുറ്റിനും നിരന്തരമായിട്ട് ജീവജാലങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് നമുക്ക് മരണം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അഹങ്കരിച്ച് നടക്കണ മനുഷ്യനെ കണ്ടപ്പോഴാണ് യുധിഷ്ഠിരന് വരെ അത്ഭുതം ഉണ്ടായത്. മഹാഭാരതത്തില് യക്ഷപ്രശ്നം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതില് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കും, നീ എന്താണ് നിനക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് ഈ ലോകത്തില്? അപ്പൊ പറയുന്ന കാര്യമാണ്, നിരന്തരമായിട്ട് ചുറ്റിനും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് മരണമില്ലാന്ന് വിചാരിച്ചിട്ട് അഹങ്കരിച്ച് നടക്കണ മനുഷ്യനെ കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നതെന്ന്. അത് വളരെ വലിയൊരു സത്യമാണ്. നമ്മുടെ ഓരോ ദിവസവും നമുക്ക് കണ്ണ് തുറന്ന് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ അത് ഗുരുവായൂരപ്പന്റെ ഭഗവാന്റെ വരപ്രസാദാണ്. അത് ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. അതിന് ഡെയിലി നമ്മൾ ഭഗവാനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ, താങ്ക് യു പറയാ. അപ്പോ അങ്ങനെയുള്ള മനുഷ്യ ജീവിതത്തിൽ നമ്മൾക്ക് ഭഗവാൻ ഇതിന്നൊക്കെയുള്ള ആത്യന്തിക മോചനം എവിടേക്ക് പോകുമ്പോഴാ? അങ്ങ് വൃന്ദാവനത്തിൽ പോണം. വൃന്ദാവനം എവിടെയാണ്? ഭൂമിയിൽ പാരലായിട്ട് വൃന്ദാവനം ഉണ്ട്. ഭഗവാൻ ജനിച്ച് ജീവിച്ച് ആ സന്തോഷവും ആ സ്നേഹവും ഒക്കെ പ്രചരിപ്പിച്ച വൃന്ദാവനം ഉണ്ട്. അത് ജസ്റ്റ് ഒരു പാരലാണ്. അതിനൊരു പാരലൽ വേൾഡ് ഉണ്ട്. നമ്മുടെ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങൾക്കും പാരലായിട്ട് വേറൊരു വേൾഡ് ഉണ്ട്, നമുക്കറിയാത്ത ആ സ്പിരിച്വൽ വേൾഡ്.
അതാണ് ഗോലോകം എന്ന് പറയുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് നമുക്കൊരു ഭയം ഇല്ലാണ്ട് ഭഗവാന്റെ അടുത്തിരുന്ന് ഭയം ഇല്ലാണ്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ വിശ്വസിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം. ഏത് രീതിയിലും മരണം വരും, ഏത് രീതിയിലും മരണം വന്നാലും നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോ ഗോലോകമായിരിക്കണം നമ്മുടെ സ്വപ്നം, ഭഗവാന്റെ അടുത്ത് പോകുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം. ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭഗവാന്റെ പാട്ട് കേൾക്കാൻ പറ്റും, ഭഗവാന്റെ ഫ്ലൂട്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നില്ലേ, അതുപോലൊരു ഫ്ലൂട്ട്. അതാണ് ഭഗവാന്റെ വേണുഗാനം. ആ വേണുഗാനം കൊണ്ടാണ് വൃന്ദാവനത്തില് ഗോപിമാർക്ക്, രാധാറാണിക്ക്, പശുക്കൾക്ക്, പക്ഷികൾക്ക് എന്ന് മാത്രല്ല ഈ 33 ദേവി ദേവന്മാർക്ക് അതിനപ്പുറത്തേക്ക് ഗോലോകം വരെ പെനിട്രേറ്റ് ചെയ്തിരുന്നു എന്നാ പറയണ ഭഗവാൻ ഇവിടെ ഭൂമിയിൽ വായിക്കുന്ന ആ ഫ്ലൂട്ടിന്റെ നാദം. ആ നാദം ആയിരുന്നു ആ വൃന്ദാവനവാസികളുടെ ആ ഒരു ആനന്ദം എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ പുസ്തകത്തില് ഗ്ലോറീസ് ഓഫ് ഭഗവാൻസ് ഫ്ലൂട്ട് എന്ന് പറഞ്ഞ് വായിച്ചപ്പോ എനിക്കത് നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. ഭഗവാന്റെ വേണുഗാനത്തിന്റെ ആ ഒരു പവർ. വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. ഭഗവാൻ രാസക്രീഡ ആടിയ സ്ഥലം, ഭഗവാൻ വേണു ഊതിയ സ്ഥലം, ഭഗവാൻ ബാസുരി ഊതിയ സ്ഥലം, ഭഗവാൻ മുരളി ഊതിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഇപ്പൊ മുരളി, ബാസുരി, വംശി, വേണു ഇതെല്ലാം എന്തിനാ പറയുന്ന, ഓടക്കുഴലിനെയാ പറയണ അല്ലെ. ഓടക്കുഴലിനെയാണ് ഇതെല്ലാം പറയണത്. പക്ഷേ ഭഗവാന്റെ അടുത്ത് ഒരു ഓടക്കുഴൽ അല്ലാട്ടോ ഉണ്ടായിരുന്നത്, ഭഗവാന്റെ അടുത്ത് പല പല ഓടക്കുഴലുകൾ ഉണ്ടായിരുന്നു. ഇനി ആ ഓടക്കുഴലിന് ഓരോ ഓടക്കുഴലും ഭഗവാൻ ഊതുന്നത് ഓരോരുത്തർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഒരു ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതായത് ഗുരുവായൂരപ്പന്റെ കയ്യില് ഒരുപാട് ഓടക്കുഴലുണ്ട്, ഓരോ ടൈപ്പ് ഓടക്കുഴലുണ്ട്. ഇപ്പോ മുരളി എന്ന് പറയുന്ന ഓടക്കുഴല്, ഭഗവാന് പേരിട്ടിരിക്കുന്ന മുരളി, ആ മുരളി എന്ന് പറയുന്ന ഓടക്കുഴല് 4 ദ്വാരങ്ങളുള്ള ഓടക്കുഴലാണ്. അതുപോലെ ബാസുരി എന്ന് പറഞ്ഞ ഓടക്കുഴലില് 6 ഹോൾസ് ആണ് ഉള്ളത്. അതുപോലെ വേണു എന്ന് പറഞ്ഞ ഓടക്കുഴലിന് 7 ഹോൾസ് ആണ് ഉള്ളത്. അതുപോലെ വംശി എന്ന് പറയുന്ന ഓടക്കുഴലിന് 11 ഹോൾസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ അടുത്ത് പല ടൈപ്പിലുള്ള ഓടക്കുഴൽ ഉണ്ടായിരുന്നു. അപ്പോ ഭഗവാൻ ഈ ഓടക്കുഴലൊക്കെ ഓരോ ടൈപ്പ് ഓടക്കുഴൽ ആരെയൊക്കെ സന്തോഷിപ്പിക്കാനായിരുന്നു വായിച്ചെന്നറിയാം. ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്യുന്നവർക്ക് സമ്മാനം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ എന്താ പറയണേന്ന്. അപ്പോ ഭഗവാൻ 4 ടൈപ്പ് ഓടക്കുഴലായിരുന്നു വായിച്ചിരുന്നത്. അതിൽ 4 ടൈപ്പ് ഓടക്കുഴലിൽ 4 ടൈപ്പുള്ള ഹോൾസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാ ഓരോ ടൈപ്പ് ഓടക്കുഴലിൽ ഭഗവാൻ വായിച്ചിരുന്നേന്നുള്ളതാണ്. ഭഗവാൻ ഒരു ദിവസം അങ്ങനെ ഇരുന്ന ഓടക്കുഴൽ വായിക്കുമ്പോ രാധാറാണി അടുത്തുണ്ട്. അപ്പൊ രാധാറാണിനോട് ഭഗവാൻ പറയും, രാധേ ഇത് ഞാൻ നിനക്ക് വേണ്ടി വായിച്ചതാണെന്ന് പറയുമ്പോ രാധാറാണി പറയാം, അയ്യേ ഇതെനിക്ക് വേണ്ടിയിട്ടൊന്നല്ല. ഫ്ലൂട്ട് വായിക്കുമ്പോ ഭഗവാന്റെ നാവെന്ന് തുപ്പല് തെറിക്കുന്നുണ്ട്, ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, ഇതെന്റെതല്ല എന്ന് പറയും. ഇത് ഭഗവാൻ വായിക്കുന്നത് ഈ കാലികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, അല്ലാണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് എനിക്കുള്ള ഫ്ലൂട്ട് അല്ല എന്ന് പറയും. അപ്പോ ആ ഫ്ലൂട്ട്, അതായത് കാലികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വായിച്ചിരുന്ന ഫ്ലൂട്ട്, അതാണ് വേണു എന്ന് പറയുന്നത്. സോറി, മുരളി എന്ന് പറയുന്നത്. മുരളി എന്ന് പറയുന്ന ഫ്ലൂട്ട് ഭഗവാൻ വായിക്കുന്നത് ഭഗവാൻ കാലികളെ മേയ്ക്കാൻ വേണ്ടി പോകൂലേ, ആ കാലികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ ഫ്ലൂട്ട് വായിക്കുന്നത്. അതുപോലെ അടുത്തൊരു ഫ്ലൂട്ട് ഉണ്ട്. അത് ഭഗവാൻ ഗന്ധർവന്മാരാണ് വന്നിട്ട് ഭഗവാൻ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഫ്ലൂട്ട് വായിക്കാൻ. എന്നാലും ഭഗവാന് ഭാണ്ഡീര വനത്തിൽ വെച്ചിട്ട് ഗന്ധർവ കുമാരന്മാർ ആണ് വന്നിട്ട് പാട്ട് പഠിപ്പിച്ചു കൊടുത്തതെന്നാ പറയുന്നത് വായിക്കാനായിട്ട്. എല്ലാം ഭഗവാൻ വായിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം നോട്ട്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തത് ഗന്ധർവ കുമാരന്മാർ വന്നിട്ട് ഭാണ്ഡീര വനത്തിൽ വന്നിട്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഫ്ലൂട്ട് വായിച്ചു. അപ്പൊ ഭഗവാന് സമർപ്പണം ചെയ്തു. ഭഗവാൻ ഫ്ലൂട്ട് വായിക്കുമ്പോ അത് ഭഗവാന് തനിക്ക് ആ ഒരു കഴിവ് കിട്ടിയതിന് ഭഗവാൻ എന്ത് കഴിവ്, ഭഗവാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ ആ പരബ്രഹ്മ സ്വരൂപന് ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് ഇതെല്ലാം ഒന്നേന്ന് പഠിച്ചെടുക്കണ പോലെ പ്രിട്ടൻഡ് ചെയ്യാണ്.
എന്നിട്ട് പ്രിട്ടൻഡ് ചെയ്തിട്ട് എന്താ ഭഗവാന്റെ ആ ഒരു എളിമ നോക്കണം. സരസ്വതി ദേവി തന്നെ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ സരസ്വതി ദേവിക്കുള്ള സമർപ്പണമായിട്ടാണ് ഭഗവാൻ രണ്ടാമത്തെ ഫ്ലൂട്ട് വായിക്കുന്നത്, ബാസുരി വായിക്കുന്നത്. അതായത് ഭഗവാൻ ദൈവികപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതായത് സരസ്വതി ദേവിക്കുള്ള സമർപ്പണം എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ബാസുരി വായിക്കുന്നത്. അടുത്തത് ഭഗവാൻ വേണു മുരളി. അടുത്ത ഭഗവാൻ വായിക്കുന്നത് വേണുഗാനം പൊഴിക്കണ എന്തിനാണെന്ന് വെച്ചാല് വേണുഗാനം പൊഴിക്കുന്നത് ഈ പ്രകൃതി ദേവിയെ സന്തോഷിപ്പിക്കുക. അതായത് ഭഗവാൻ ഈ ഫ്ലൂട്ട് വായിക്കുമ്പോ അപ്പൊ വരൾച്ചയാണെങ്കിൽ പെട്ടെന്ന് അത് മാറി ശരത്കാലാവും. അതായത് പെട്ടെന്നായിരിക്കും വള്ളികളിലൊക്കെ മുല്ലപ്പൂ അങ്ങോട്ട് പൊട്ടി വിടരും, പെട്ടെന്ന് മഴ വരും, സീസൺസ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതായത് നേച്ചർ ഇങ്ങനെ കുളിര് കോരും. ഭഗവാന്റെ വംശിയുടെ നാദം കേട്ടിട്ട് നേച്ചർ അങ്ങനെ സന്തോഷവതിയായി മാറുമ്പോഴാണ് പൂക്കൾ വിടരും, നദികളൊക്കെ ഇങ്ങനെ നല്ല നല്ല കുളിർമയായിട്ട് ഒഴുകും, നദികളിലൊക്കെ താമരപ്പൂ വിരിയും, ആമ്പൽപ്പൂ വിരിയും. വൃന്ദാവനം അങ്ങനെ സുന്ദരമായി മാറും. വൃന്ദാവനത്തിൽ 12 വനങ്ങളിലും മാറി മാറി ഇരുന്ന് ഭഗവാൻ ഈ വേണുഗാനം പൊഴിക്കുമ്പോഴാണ് അവിടത്തെ വരൾച്ച മാറും. പിന്നെ പക്ഷികളൊക്കെ സന്തോഷായിട്ട് പറക്ക, പൂവ, കുറേ പൂക്കൾ വിരിയ, മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുക. ഒരു ദിവസം ബലരാമസ്വാമി പറയാണ്, ബലരാമസ്വാമി ഇങ്ങനെ ഭഗവാന്റെ ഈ വേണുഗാനം വേണുവിന്റെ ഗാനം ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ബലരാംജി പറയാണ്, ബലരാമസ്വാമി പറയാണ് അപ്പൊ ഇങ്ങനെ ചാറ്റൽ മഴ വീഴുന്നുണ്ട് കേട്ടോ, ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് വൃന്ദാവനത്തില്. അപ്പൊ ബലരാമൻ നോക്കുമ്പോ ഇന്ദ്രൻ മുകളിൽ ഇരുന്ന് ഇന്ദ്രൻ ആരാന്നറിയാലോ, ഈ മഴയുടെ ദേവനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. മഴ ഓരോന്നിനും നമ്മുടെ ഹിന്ദു ഇതെടുത്തു നോക്കിയാല് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓരോ ദേവതമാരാണ്, ഓരോ ദേവിമാരെയാണ് ഭഗവാൻ അതിന്റെ പർപ്പസ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യം സംബന്ധിച്ച് നിങ്ങളെല്ലാം നടത്തിക്കോണം. നമുക്ക് പ്രധാനമന്ത്രി ഉണ്ട്, പിന്നെ സെക്ഷൻസ് വൈസ് ഓരോരോ മന്ത്രിമാരില്ല. അതുപോലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഭഗവാൻ ആണെങ്കിൽ താഴെയുള്ള കാര്യങ്ങൾ ഓരോ ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ മഴയുടെ കാര്യം നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോ ഈ ഇന്ദ്രനാണ് വലുതായിട്ട് ദേഷ്യം വന്നപ്പോ എന്ത് ചെയ്തത്, പ്രളയം ഉണ്ടാക്കിയത്. എന്നിട്ട് ഗോവർദ്ധനം എടുത്ത് ഉയർത്തി ഭഗവാൻ എല്ലാ ആളുകളെയും വ്രജവാസികളെ രക്ഷിച്ചു. തന്നെ വിശ്വസിച്ചിരുന്ന, തന്നിൽ ആത്മസമർപ്പണം ചെയ്ത, തന്നെ ആശ്രയവും അഭയവുമായിട്ട് കണ്ടെത്തിയ ഗോപികോപന്മാരെയാണ് ഭഗവാൻ രക്ഷിച്ചത്. അങ്ങനെ ഭഗവാൻ ഗോവർദ്ധനം എടുത്ത് ഉയർത്തി. അപ്പൊ ഈ ഇന്ദ്രൻ ദേഷ്യപ്പെട്ടു, ഇന്ദ്രന് കോപമുണ്ടായി. ഇന്ദ്രനെ വ്രജവാസികൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഇന്ദ്രന് കോപം ഉണ്ടായിട്ടാണ് സംവർത്തക എന്ന് പറയുന്ന ഒരു മഴമേഘത്തെ വിട്ടിട്ട് ഭയങ്കര മഴ ഉണ്ടാക്കി, പ്രളയം ഉണ്ടാക്കി, ഉരുൾപൊട്ടൽ ഉണ്ടാക്കി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ഗോവർദ്ധനം എടുത്ത് ഉയർത്തി ഗോപികോപന്മാരെ രക്ഷിക്കേണ്ട അവസ്ഥയിൽ വന്നു. അതും എല്ലാ ഗോപികോപന്മാരൊന്നും ഭഗവാന്റെ അടുത്തേക്ക് വന്നില്ല കേട്ടോ. ചിലരൊക്കെ ഭഗവാനെ വിശ്വസിക്കാത്തവരെ ഭഗവാനെ രക്ഷിക്കാൻ പറ്റുമോ? ഭഗവാൻ ഈ ഒരു കുട്ടി, ഈ ചെറിയൊരു പീക്കിരി പയ്യൻ ഈ ചെറുവിരലില് ഈ ഗോവർദ്ധനം എടുത്ത് പൊക്കിയാലേ എങ്ങനെയാ നമ്മളെ രക്ഷിക്കാൻ പറ്റുക? അപ്പൊ ചില ആളുകളൊന്നും ഇത് വിശ്വസിച്ചില്ല, അവരൊക്കെ മഴ കൊണ്ടുപോയി. പക്ഷെ ഭഗവാനിൽ വിശ്വസിച്ചവരെ ചെറുവിരലെടുത്ത് ഉയർത്തിയാൽ എന്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും, കൃഷ്ണ ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്ത അവരെ ഭഗവാൻ രക്ഷിച്ചു. ഗോവർദ്ധനം എടുത്ത് ഉയർത്തി നിൽക്കണ ചെറിയ ബാലൻ ഉയർത്തിയപ്പോ അയ്യോ ഇതെങ്ങാനും പോയി നമ്മുടെ തലയിലേക്ക് ഗോവർദ്ധനം വന്ന് വീഴോന്ന് പറഞ്ഞിട്ട് ഭഗവാനിൽ വിശ്വസിക്കാതിരുന്നില്ല, ഉടനെ ഓടി അകത്ത് കേറി. കേറിയപ്പോ അവർക്കൊന്നും പറ്റിയില്ല. അവരെ 7 ദിവസം ഭഗവാൻ മഴയും വെയിലും കൊള്ളാണ്ട് ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ ഭഗവാന്റെ ആ വേണുഗാനം കേട്ടിട്ട് പറയാണ്, ആര് പറയാണ്, ബലരാമൻ പറയാണ്, ഇന്ദ്രൻ കരയാൻ തുടങ്ങിയപ്പോ അതിമനോഹരമായിട്ട് ചാറ്റൽ മഴ പെയ്യാണ്. അപ്പൊ പ്രകൃതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ 3ാമത്തെ ഫ്ലൂട്ട് ഊതിയിരുന്നത് അല്ലെ. ഇനി 4ാമത്തെ ഫ്ലൂട്ട്. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ. അപ്പൊ എല്ലാരും ആരൊക്കെ പറയും നോക്കട്ടെ. അപ്പോ 4ാമത്തെ ഫ്ലൂട്ടിന്റെ പേരാണ് വംശി എന്ന് പറയുന്നത്. എന്താണ്?
എന്താ നാലാമത്തെ ഫ്ലൂട്ടിന്റെ പേര്? വംശി. ഈ വംശി എന്തിനാ വംശി ഊതിയിരുന്നെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഭഗവാൻ എന്തിനാ വംശി ഊതിയത്? നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വംശീവട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഭാണ്ഡീര വനത്തില്. അതുപോലെ വൃന്ദാവനത്തിലും ഉണ്ട് വംശീവട് എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ വംശി എന്ന് പറഞ്ഞാൽ വംശിയുടെ അർത്ഥം എന്താ? വംശി എന്തിനാ ഭഗവാൻ ഊതിയത്? വംശി ഭഗവാൻ ഊതുമ്പോ ഭഗവാൻ പ്രാണവായു എടുത്തിട്ടാണ് ഊതുന്നത്. അപ്പൊ ഭഗവാന്റെ ലിപ്സ് ഭഗവാന്റെ ഫ്ലൂട്ടിൽ പറ്റിയിരിക്കില്ല. അതായത് ലിപ്സ് പോലും ഭഗവാൻ ഫ്ലൂട്ടിൽ വെക്കാണ്ട് ഭഗവാന്റെ പ്രാണവായു എടുത്തിട്ട് ഊതി ഭഗവാൻ അതിമനോഹരമായിട്ട്, മദനമോഹന രാഗം എന്നാണ് അതിന് പറയുന്നത്. ആ രാഗം ഒരാൾക്കും ഇതുവരെ അറിയില്ല വായിക്കാൻ. ഇന്ന് വരെ ആരും ആ രാഗം വായിച്ചിട്ടില്ല. ആ രാഗം കേട്ട് ആസ്വദിച്ച ഒരേ ഒരു വ്യക്തി, അത് ഓരോരാൾക്ക് വേണ്ടി മാത്രമാണ് ഭഗവാൻ വായിച്ചിട്ടുള്ളത്. അതാരായിരിക്കും? അതാരാണ്? ഭഗവാൻ വംശി ഊതിയിട്ടുള്ളത് ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഭഗവാന്റെ പ്രാണനായിട്ടുള്ള, ഭഗവാന്റെ ആത്മാവായിട്ടുള്ള, ഭഗവാന്റെ എല്ലാമായിട്ടുള്ള, ഭഗവാന്റെ ഹാപ്പിനെസ് ആയിട്ടുള്ള, ഭഗവാന്റെ എല്ലാം, ഭഗവാൻ ചിരിക്കണ പോലെ ആൾക്ക് വേണ്ടിയിട്ടാണ്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാ സഹായം അതിസുന്ദര മന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. നമ്മുടെ രാധാറാണിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വംശി ഊതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വൃന്ദാവനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വംശി വട് എന്ന് പറഞ്ഞിട്ട് 1-2 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഭഗവാൻ രാധാറാണിക്ക് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് വംശി ഊതിയിരുന്നത്. വംശി മദനമോഹന രാഗം എന്നാണ് അതിന് പറയുന്നത്. ആ രാഗം ഇന്ന് വരെ ആരും പാടിയിട്ടില്ല, കേട്ടിട്ടില്ല. രാധാറാണി മാത്രമേ അത് കേട്ടിട്ടുള്ളൂ. രാധാറാണിക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. പിന്നെ രാധാറാണി അനുവദിച്ചാൽ രാധാറാണിയുടെ കൂട്ടുകാരിമാർക്കും കേൾക്കാൻ പറ്റും. രാധാറാണി അത് കേൾക്കാനായിട്ട് അവരെ ഇവർക്കും കൂടി കേട്ടോട്ടെ കൃഷ്ണ എന്ന് പറയും കൃഷ്ണനോട്. അപ്പം മാത്രമേ രാധാറാണിയുടെ കൂട്ടുകാരിമാർക്കും ഇത് കേൾക്കാൻ പറ്റുള്ളൂ, കൂട്ടുകാർക്കും അത് കേൾക്കാൻ പറ്റുള്ളൂ. രാധാറാണി മാത്രം കേട്ടിട്ടുള്ളതാണ് ഭഗവാന്റെ വംശി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വംശി വട്ട്. വംശി വട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞങ്ങൾ ലാസ്റ്റ് വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ വംശി വട്ട് അന്ന് പൗർണമിയും കൂടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വംശി വടിന്റെ ചുറ്റിൽ നിന്നിട്ട് ഞങ്ങള് ഡാൻസ് ഒക്കെ കളിച്ചു. ചുമ്മാ അങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് നൃത്തമൊക്കെ ചെയ്തു. അപ്പൊ ഇങ്ങനെ പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു രാസക്രീഡ, അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ചെയ്ത രാസക്രീഡ ചെയ്ത സ്ഥലത്ത് അവിടെ ചെന്ന് നിന്നിട്ട് ആ വംശി വടിന്റെ അടുത്ത് നിന്നു. അവിടെ ചിലരൊക്കെ ഈ മരത്തിൽ ഇങ്ങനെ ചെവിയോർത്ത് വെക്കും. അത് കേൾക്കാൻ പറ്റുമോ? വംശി കേൾക്കാൻ പറ്റുമോ? എവിടെ കേൾക്കാൻ? കേൾക്കണമെങ്കിൽ എന്ത് വേണം? രാധാറാണിയോട് നമുക്ക് അത്രയ്ക്ക് സ്നേഹം വേണം. നമുക്ക് എല്ലാവർക്കും ജലസിയാണ് രാധാറാണിനോട്. പിന്നെ കൃഷ്ണന് രാധ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആള്. അപ്പൊ രാധാറാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭഗവാനോട് വേറെ ആർക്കും ഇഷ്ടം. അതായത് ഭഗവാൻ ഈ ലോകത്ത് ഏറ്റവും അധികം ആരാ സ്നേഹിക്കുന്നത്? രാധാറാണിയാണ്. അപ്പൊ ആ രാധാറാണിയെ വെല്ലുവിളിക്കുക നമ്മളാണ് കൃഷ്ണന്റെ രാധ. ഇത് ചിലരൊക്കെ പറയണ കേൾക്കാം, അങ്ങനെ ഭഗവാനോട് ഭയങ്കര ഭക്തിയുള്ള സ്ത്രീകൾ. എന്നെ തന്നെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ലജ്ജയാ തോന്നുന്നത്. രാധാറാണി വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യാം. രാധാറാണി എവിടെ ഇരിക്കണം, നമ്മളൊക്കെ എവിടെ ഇരിക്കണം? രാധാറാണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപമിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സ്നേഹാണ്, മേഴ്സിഫുൾ ആണ്. രാധാറാണിയെ പോലെ ഈ ലോകത്ത് ആർക്കും കൃഷ്ണനെ സ്നേഹിക്കാൻ പറ്റില്ല. രാധാറാണിയെ പോലെ ആർക്കും ഈ ലോകത്ത് കൃഷ്ണനെ വിശ്വസിക്കാൻ പറ്റില്ല. രാധാറാണി ഭഗവാനെ വിട്ടുകൊടുത്തു, ത്യജിച്ചു ഭഗവാനെ ഈ ലോകത്തിന് വേണ്ടിയിട്ട്. ഇത്രയും സ്നേഹം കൊടുത്ത് ഭഗവാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ഭഗവാന്റെ സ്നേഹം എത്രമാത്രം കിട്ടി രാധാറാണിക്ക്. ഭഗവാൻ വന്ന് കാലി പിടിച്ച് കരയും രാധാറാണിയുടെ. രാധേ, നീ എന്നോട് പിണങ്ങല്ലേ രാധേ, രാധേ എന്നെ വിട്ട് പോവല്ലേ രാധേ എന്ന് പറയണ്ട. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ ഒരു സ്ത്രീയുടെ കാലി വന്ന് വീണ് കരയ്യ. ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു സ്ത്രീ ഭഗവാനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു ലോകത്തിന് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ത്യാഗം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ത്യാഗമാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്നെ പിടിച്ചു വെക്കുക, എന്റെയാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുമ്പോ അതിൽ സ്നേഹം ഇല്ലാണ്ടാവും. വിട്ടുകൊടുക്കുക, അപ്പോ അവിടെ സ്നേഹം ഉണ്ടാവും.
അപ്പോ രാധാറാണിക്ക് വേണ്ടിയിട്ട് മാത്രാണ് ഭഗവാൻ. അപ്പോ ഈ രാധാറാണീനെ ഞാൻ പറയാൻ കാരണം എല്ലാ പേർക്കും വേണ്ടത് എനിക്ക് 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 എന്നുള്ള സ്നേഹമാണ്. ഇപ്പൊ ഭഗവാനെ തന്നെ നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോൾ എന്റെ ഗുരുവായൂരപ്പ, എന്റെ കൃഷ്ണൻ, എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എന്റെ എന്നുള്ള മനോഭാവം. ഭഗവാനെ രാധാറാണി അങ്ങനെ എന്റെ എന്നുള്ള മനോഭാവത്തിലല്ല സ്നേഹിച്ചിരുന്നത്. എനിക്ക് മാത്രം എന്നുള്ള മെന്റാലിറ്റി അല്ല രാധാറാണിക്ക് ഉണ്ടായിരുന്നത്. രാധാറാണി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് ഭഗവാനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്ത സ്നേഹമായിരുന്നു രാധാറാണി. ഭഗവാന് പോലും ആ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ആ കാലിൽ വന്ന് വീണ രാധേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ കാലിൽ, ഒരു ഗോപ സ്ത്രീയുടെ കാലിൽ വന്ന് വീഴാ ഭഗവാൻ. അപ്പൊ ആ രാധാറാണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അപ്പം നമ്മൾക്ക് ഭഗവാന്റെ വംശിയുടെ ശബ്ദം കേൾക്കണമെങ്കിൽ രാധാറാണിയോട് ഒരിക്കലും ജലസി തോന്നരുത്. രാധാറാണിയോട് അത്രയും നമുക്കൊരിക്കലും ഭക്തി ഉണ്ടാവില്ല. രാധാറാണിയുടെ അടുത്ത് അത്രയും നമുക്കൊരിക്കലും ഭഗവാനോട് സ്നേഹം ഉണ്ടാവില്ല. രാധാറാണിയുടെ പോലെ ഒരിക്കലും നമുക്ക് ഭഗവാനോട് വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ രാധാറാണിയുടെ സെർവൻസ് ആയിട്ടാണ് മാറേണ്ടത്. നമ്മൾ ശരിക്കും രാധാറാണിയുടെ കാലിൽ വന്ന് വീഴണം, എന്നാലേ കൃഷ്ണനെ കിട്ടുള്ളൂ. അപ്പൊ രാധാറാണി പറയണം, ഇത് കണ്ടോ, എന്നോളം നിന്നെ ആർക്കും സ്നേഹിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ സ്നേഹിക്കുകയാണ് കൃഷ്ണ ഈ കുട്ടി, ഇതിനെയും കൂടി ഒന്ന് സ്നേഹിക്കൂ എന്ന് ഭഗവാനോട് അപ്പോ രാധാറാണി ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് ചെയ്യും. അപ്പൊ ഭഗവാൻ നമ്മളെ അങ്ങനെ എടുക്കും. അങ്ങനെയാണല്ലോ ഗോപികമാർക്കൊക്കെ കൃഷ്ണനെ കിട്ടിയത്. അപ്പൊ ഗോപികമാരെല്ലാം രാധാറാണിയുടെ കൂട്ടുകാരിമാരെ എല്ലാവർക്കും രാധാറാണീനോടത്ത് ഇഷ്ടമായിരുന്നു. ജലസി അല്ല, രാധാറാണീനോട് ഒരു ഗോപികമാർക്കും ജലസി ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ ഗോപികമാരും അവരുടെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്നേഹിച്ചിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ പൂജിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ടാണ് അവർ കൃഷ്ണനെ സ്നേഹിക്കുന്നത്. പക്ഷെ രാധാറാണി അങ്ങനെയല്ല, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഭഗവാനെ സ്നേഹിക്കുന്നത്. എല്ലാത്തിനേക്കാളും ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് രാധാറാണി ഭഗവാനെ സ്നേഹിക്കുന്നത്. അപ്പൊ ആ രാധാറാണിയോട് ഒരു ഗോപികമാർക്കും ജലസി അല്ല തോന്നിയിരുന്നത്, ആരാധനയായിരുന്നു തോന്നിയിരുന്നത്. അതാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. ഭഗവാന് രണ്ട് വ്യക്തികളോട് മാത്രമേ ആരാധന തോന്നിയിട്ടുള്ളൂ. അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. രണ്ട് ആളുകളോടാണ് ഭഗവാൻ ആരാധന തോന്നിയില്ല. ഒന്നാമത്തെ ഭഗവാന്റെ ഫ്ലൂട്ടിനടുത്ത്, ഭഗവാന്റെ ഓടക്കുഴല്. രണ്ടാമത്തത് ഭഗവാന്റെ രാധാറാണീന്റെ അടുത്ത്. ഈ 2 പേരോടാണ് അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ടനാഥന് ആരാധന തോന്നിയത്. എന്നാ ഈ പറയുന്ന എല്ലാ ഗോപികമാർക്കും ഭഗവാന്റെ വംശി കേൾക്കാൻ സാധിച്ചു. മഹാരാസം അരങ്ങേറുന്ന സമയത്ത് മദനമോഹന രാഗത്തില് രാധാറാണിയെ സന്തോഷിപ്പിച്ച അതേ രാഗം ഭഗവാൻ വായിച്ചിട്ട് എല്ലാ ഗോപികമാരെയും സന്തോഷിപ്പിച്ച്. എപ്പോ ഗോപികമാര് വന്ന് രാധാറാണിനോട് ചോദിച്ചു, നിന്റെ പോലെ കൃഷ്ണനെ കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ രാധാറാണി പറഞ്ഞു, നിങ്ങൾ പാർവതി ദേവിയെ ഉപാസിക്കൂ, കാത്യായനി ദേവിയെ നിങ്ങൾ ഉപാസിക്കൂ. ആ പാർവതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾക്കും എനിക്ക് കേൾക്കണം, അതേ വംശിയുടെ നാദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗോപികമാര് കാർത്യായനി വ്രതം എടുത്തത്. ആ വ്രതത്തിന്റെ അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എല്ലാ ഗോപികുമാരെ തന്റെ ഭാര്യാസ്ഥാനത്ത് തന്റെ എല്ലാ ഗോപികുമാരെ സ്വീകരിച്ചു. മഹാരാസിന്റെ സമയത്ത് എല്ലാവർക്കും ആ മദനമോഹന രാഗം കേൾപ്പിച്ചു. നിങ്ങൾക്കും കേൾക്കണം എന്ന് ആഗ്രഹമില്ലേ മദനമോഹന രാഗം വംശിയുടെ? നമുക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കറപ്റ്റഡ് ആണ്. നമ്മുടെ ചെവിയിലെല്ലാം ആവശ്യമില്ലാത്ത നോയിസ് ആണ്. നമ്മളുടെ ആത്മാവിന്റെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മളെല്ലാം കറപ്റ്റഡ് ആണ്. നമ്മുടെ മനസ്സിലെല്ലാം കാമാണ്, ക്രോധാണ്, ലോഭാണ്, മോഹാണ്, മതാണ്, മാത്സര്യാണ്, അസൂയയാണ്, ഡംബാണ്, ഞാനെന്നുള്ള ഭാവമാണ്. അതുകൊണ്ട് ഭഗവാന്റെ വംശി ഒരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ചെവി വെച്ച് നോക്കിയാലും ഒരു വംശി വീട്ടിൽ നിന്നും ആ വംശിയുടെ ശബ്ദം നമുക്ക് കേൾക്കില്ല. എപ്പോഴാണോ നമ്മൾ ഇതിന്നൊക്കെ മാറിയിട്ട് നമ്മൾ പ്യൂരിഫൈ ആയി മാറുന്നത്, അപ്പൊ രാധാറാണിനോട് പ്രാർത്ഥിച്ചിട്ട് രാധാറാണിയുടെ പത്മപാദങ്ങളിൽ വീണിട്ട് അപേക്ഷിക്കുക, രാധാറാണി കേൾക്കണ അതേ ഫ്ലൂട്ട് ഞങ്ങൾക്കും കേൾക്കാനുള്ള വഴി ഉണ്ടാക്കി തരണേന്ന് അപേക്ഷിക്കുക. അപ്പൊ രാധാറാണി അതിനുള്ള വഴി ഉണ്ടാക്കി തരും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതാണ് ഭഗവാന്റെ വേണു എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കണ്ണടച്ചിട്ട് കുറച്ചു നേരം മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ വെറുതെങ്കിലും നമുക്കൊക്കെ മനസ്സ് അസ്വസ്ഥ ആവുമല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, കൃഷ്ണ
ഭഗവാന്റെ ആ വേണുഗാനം ഒന്ന് കേൾപ്പിക്കോ? അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഭഗവാൻ വേണുവില് ഫസ്റ്റ് നോട്ട്, അതായത് ആദ്യത്തെ നോട്ട് ഫ്ലൂട്ടില് ആദ്യത്തെ നോട്ട് വായിക്കുമ്പോ മഹാദേവൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ യോഗനിദ്രയിൽ നിന്ന് എണീറ്റിട്ട് അദ്ദേഹം ഡമരു വായിക്കുന്ന പറയണം. അത് കേട്ട് പാർവതി ദേവി വരെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്ന പറയണം. ഒരിടത്ത് ഫ്ലൂട്ട്, ഒരിടത്ത് ഡമരു. അതുപോലെ ബ്രഹ്മാവും എണീറ്റ് നിന്ന് ഭഗവാനെ നോക്കി കൈ കൂപ്പും എന്നാ പറയണത് ഭഗവാന്റെ ഫസ്റ്റ് നോട്ട് കേൾക്കുമ്പോ. ആദിശേഷൻ ആ 1000 തലയും ഇങ്ങനെ ആട്ടൂന്നാ പറയണ ഭഗവാന്റെ ഈ വേണുഗാനം കേട്ടിട്ട്. അതുപോലെ ഭഗവാൻ ആ രണ്ടാമത്തെ നോട്ട് വായിക്കുമ്പോ ചന്ദ്രനും സൂര്യനും ആ ഭൂമിയും ഒക്കെ ഒന്ന് നിർത്താടുന്നാ പറയണ. ഭഗവാന്റെ രണ്ടാമത്തെ നോട്ട് കേൾക്കുമ്പോ എല്ലാവർക്കും ഒരു കുളിര് വരും എന്നാ പറയണേ. ചന്ദ്രനാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതിന് വരെ അങ്ങോട്ട് പോകുന്നാ പറയണ. സൂര്യൻ കുറച്ചും കൂടി നല്ല ഉഷാറിൽ അങ്ങോട്ട് കറങ്ങാൻ തുടങ്ങും, അങ്ങനെ തേജസ് ആയിട്ട് ഇങ്ങനെ ജ്വലിക്കാൻ തുടങ്ങുന്ന പറയണം. അതാണ് ഭഗവാന്റെ ഫ്ലൂട്ടിന്റെ രണ്ടാമത്തെ നോട്ടിന്റെ പവർ എന്ന് പറയുന്നത്. അടുത്ത ഭഗവാന്റെ മൂന്നാമത്തെ നോട്ടിന്റെ പവർ എന്ന് പറയുന്നത് എല്ലാ നവഗ്രഹങ്ങൾ വരെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ മറന്നു പോകും. ഇങ്ങനെ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ഇങ്ങനെ ഭഗവാന്റെ ഫ്ലൂട്ട് മാത്രം ആലോചിച്ചുകൊണ്ട് നിൽക്കും എന്നാ പറയുന്നത്. ഭഗവാന്റെ നാലാമത്തെ നോട്ട് കേൾക്കുമ്പോ ഭഗവാൻ ഗോപാലകനാണല്ലോ, കാലികളെ മേച്ച് അങ്ങനെ കാട്ടു നിൽക്കുകയാണല്ലോ. അപ്പോ പുല്ല് തിന്നോണ്ടിരിക്കുന്ന പശുക്കള് വരെ അവരെന്താ ചെയ്തെന്ന് മറന്നു. മാത്രല്ല വലിയൊരു സംഭവം ഉണ്ട്. അതായത് ഭഗവാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കാലികളുള്ളത്, ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. മറ്റേ പശു എന്തൊക്കെയാ തങ്കമ്മ എന്തൊക്കെയാ പശുവിന്റെ പേരുകൾ ഇടാ, ചിന്നു പൊന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പേരുകളുണ്ടല്ലോ, കുറേ പേരുകളുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ വിളിക്കുക ഭഗവാൻ. അപ്പൊ ഭഗവാൻ നാലാമത്തെ നോട്ട് അങ്ങോട്ട് ഫ്ലൂട്ടിൽ വായിക്കുന്ന പറയണം. അപ്പൊ കേൾക്കുന്ന കാലിക്ക് അവരുടെ പേരായിട്ടാ തോന്നുക പറയണത്. അതായത് ആ കാലിനെയാണ് വിളിക്കണേന്ന് വിചാരിച്ചിട്ട് അത് ഓടി വരും എന്നാ പറയണത്. അത് ഭഗവാന്റെ മാജിക് നോക്കട്ടെ, മാജിക് ഫ്ലൂട്ടാണത്. ആരെയാണോ അവർക്ക് തോന്നും അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ ഫ്ലൂട്ട് വായിച്ചത്, ആ കാലിനെ വിളിക്കണമെന്നാണ് അത് വിചാരിക്കുക. എന്നിട്ട് അത് ഓടി വരും. അപ്പൊ വേറൊരു കാലി വിചാരിക്കുക അതിനെയാണ് വിളിക്കണമെന്ന് വെച്ചാൽ അത് ഓടി വരും. അതാണ് ഭഗവാന്റെ നാലാമത്തെ നോട്ടിന്റെ മാജിക് എന്ന് പറയുന്നത്. അടുത്ത ഭഗവാൻ അഞ്ചാമത്തെ നോട്ട് വായിക്കുന്നത് ഗോപികമാർക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ അഞ്ചാമതായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നത്, അഞ്ചാമത്തെ നോട്ട്. അപ്പോ ഗോപികമാർ എന്താ ചെയ്യാന്നറിയോ? ഒരു ഗോപിക വീട്ടില് ഗോപികയുടെ അമ്മായിയച്ഛൻ പറയും, നീ ആ പശുവിന് പുല്ലിട്ട് കൊടുക്കുക, എന്നിട്ട് എനിക്ക് ഭക്ഷണം വിളമ്പിത്താന്ന് പറയും. ഭഗവാൻ ഈ അഞ്ചാമത്തെ നോട്ട് അങ്ങ് വായിക്കാൻ തുടങ്ങുമ്പോൾ ഗോപിക ഓടി വരും. എന്നിട്ട് എന്താ ചെയ്യാ, വൈക്കൂല് അമ്മായിയച്ഛനും കൊടുക്കും, അമ്മായിയച്ഛന്റെ പൂരിയും ബാജിയും എടുത്തിട്ട് പശുവിനും കൊടുക്കും. അതായത് മൈൻഡ് ഔട്ട് ആയിപ്പോയി. ഭഗവാന്റെ വേണുഗാനം കേട്ടിട്ട് ഗോപിക മൈൻഡ് ഔട്ട് ആയിപ്പോയി. അടുത്ത വേറൊരു ഗോപിക ചപ്പാത്തി ചുട്ടോണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ അവിടെ പകുതി നിർത്തിയിട്ട് ഇറങ്ങി ഓടും. ഭഗവാൻ എവിടെയാണോ നിന്നാണോ വേണുഗാനം വായിക്കണം അത് കേൾക്കാൻ വേണ്ടി ഓടും. ചിലര് കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. കൊച്ചിനെയൊക്കെ അവിടെ താഴത്തിട്ടിട്ട് ഭർത്താക്കന്മാരിങ്ങനെ നോക്കുന്നുണ്ടാവും. അതൊന്നും മൈൻഡ് ഉണ്ടാവില്ല, ഇറങ്ങി അങ്ങോട്ട് ഓടും. ഭഗവാന്റെ ഭർത്താവിനോ ആർക്കോ അമ്മായിയമ്മയ്ക്കോ ആർക്കും ഇവരെ തടയാൻ പറ്റില്ല. ഭഗവാന്റെ അത് തന്നെയാണല്ലോ. ചില സ്ത്രീകൾക്ക് അങ്ങനെ ഓടാൻ പറ്റില്ല, ഭഗവാൻ വിളിക്കുമ്പോ അങ്ങനെ ഓടിപ്പോവാൻ പറ്റില്ല. അപ്പൊ അവരുടെ ആത്മാവാണ് ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്. ശരീരം കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് പോകാൻ പറ്റില്ല, ഭഗവാന്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റണില്ല, എന്റെ കർമ്മബന്ധങ്ങൾ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോ അവരുടെ ആത്മാവ്, അവരുടെ മൈൻഡ്, അവരുടെ ആത്മാവ് ഭഗവാന്റെ അടുത്തേക്ക് പോകും. ചില ഗോപികമാരിങ്ങനെ നിന്ന് അത് പോവാൻ പറ്റാതെ കരഞ്ഞ് അവരവരുടെ ശരീരം തന്നെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ആത്മാവ് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന പറയണത്. ഭഗവാൻ അഞ്ചാമത്തെ നോട്ട് വായിക്കുമ്പോ അങ്ങനെയാണ് ഭഗവാന്റെ അഞ്ചാമത്തെ നോട്ട്. ഭഗവാന്റെ ഈ അഞ്ചാമത്തെ നോട്ട് വായിക്കുമ്പോൾ ചിലരെന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ ഗോപികമാരെയൊക്കെ മുറിയിൽ പൂട്ടിയിടും. അപ്പൊ പൂട്ടിയിടുമ്പോഴാണ് ഗോപികമാർക്ക് പുറത്തേക്ക് പോവാൻ പറ്റണില്ല. അപ്പൊ അവരുടെ ശരീരം തന്നെ ഉപേക്ഷിച്ചിട്ട് അവരുടെ ആത്മാവ് ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അത്രയാണ് ഗോപികമാർക്കുള്ള ആ ഭഗവാനോടുള്ള മാധുര്യ പ്രേമ ഭക്തി എന്ന് പറയുന്നത്. അടുത്തത് ഭഗവാന്റെ ആറാമത്തെ നോട്ട് എന്ന് പറയുന്നത് അത് ഭഗവാന് സീസൺ വൃന്ദാവനത്തിലെ ആ പ്രകൃതിയുടെ ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് സീസൺസ് മാറും. ഭഗവാൻ
അപ്പൊ ഭയങ്കര വരൾച്ചയിലിരിക്കുമ്പോഴാണ് ഭഗവാൻ ആ ഫ്ലൂട്ട് വായിക്കണേന്ന് കേട്ടാ പെട്ടെന്ന് ശരത്കാലം അവിടെ വരും. അതിനാണ് ഭഗവാൻ ആ 6ാമത്തെ നോട്ട് വായിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ 7ാമത്തെ നോട്ട് വായിക്കുമ്പോ വൃന്ദാവനത്തിലെ എല്ലാ പൂക്കളും വിടരും. പക്ഷികളൊക്കെ പാട്ട് പാടാൻ തുടങ്ങും. അത് 7ാമത്തെ നോട്ട്. ഇനി അവസാനത്തെ നോട്ട് 8ാമത്തെ നോട്ട് ഭഗവാൻ വായിക്കുമ്പോ രാധാറാണിക്ക് വേണ്ടിയിട്ടാണ് 8ാമത്തെ നോട്ട് വായിക്കുന്നത്. രാധാറാണി എന്ന് പറഞ്ഞാൽ പൊതുവെ വളരെ വളരെ സൗമ്യയാണ്. അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങില്ല. അമ്മയോടും അച്ഛനോടൊക്കെ ചോദിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. വളരെ നല്ല കുട്ടിയാണ്. പക്ഷെ ആ രാധാറാണിക്ക് പോലും നിക്കാൻ പറ്റില്ല. ഭഗവാൻ അവിടെ 8ാമത്തെ നോട്ട് വായിക്കുമ്പോഴേക്കും രാധാറാണി വരെ ഇറങ്ങി ഓടിപ്പോവും ഭഗവാന്റെ അടുത്തേക്ക്. ഇതെന്തുകൊണ്ടാണ് ഈ ഭഗവാന്റെ അടുത്തേക്കുള്ള ഈ ഓട്ടം വരുന്നത്? ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, സമർപ്പണം എന്ന് പറയുന്നത്. ഈ ഓട്ടം ശരിക്കും നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഓടുന്നത്. കാരണം എന്തിലും കിട്ടാത്ത ആനന്ദമാണ് ഭഗവാനിലൂടെ നമുക്ക് കിട്ടുന്നത്. ആർക്കും തരാൻ പറ്റാത്ത, ഒരു വസ്തുവിനോ വ്യക്തിക്കോ പോലും തരാൻ പറ്റാത്ത ആനന്ദവും സേഫ്റ്റിയും സെക്യൂരിറ്റിയുമാണ് ഭഗവാനിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടാൻ തോന്നുന്നത്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഓടാൻ തോന്നുന്നത്. ആരും ഇല്ലാന്നുണ്ടെങ്കിലും, എല്ലാം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ആ ഒരു സമർപ്പണം, ആ ഒരു വിശ്വാസം മതി, അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ആ ഒരു ഭഗവാന്റെ ആ ഒരു സാമീപ്യം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാൻ അറിയാതെ തന്നെ ഞാൻ എൻ്റെ ഭഗവാന്റെ ആ ഒരു വേണുഗാനം എനിക്ക് വേണ്ടിയിട്ട് പൊഴിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 6ാമത്തെ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഈ ഗോപികമാർ എന്താ ഓടുന്നതെന്ന് പറഞ്ഞാല് ഓരോ ഗോപികമാർക്കും തോന്നുന്നത് അവരുടെ പേരെടുത്ത് വിളിച്ചിട്ടാ ഭഗവാൻ വിളിക്കണെന്നാണ് തോന്നുന്നത്. അതാണ് ഭഗവാന്റെ മാജിക് ഫ്ലൂട്ട് എന്ന് പറയുന്നത്. എന്നെയാണ് വിളിക്കണമെന്ന് തോന്നും. ഇപ്പൊ ഓരോ കൃഷ്ണ ഭക്തർക്ക് എന്താ തോന്നുന്നത്? ഭഗവാൻ എന്നോടാണ് അധികം ഇഷ്ടം, ഭഗവാൻ എന്നെയാണ് സ്നേഹം എന്ന് എല്ലാ ഗോപികമാർക്കും ഗോപാലകന്മാർക്കും തോന്നുന്നത്. ഭഗവാൻ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കണേന്ന്, അല്ലെ ഭഗവാൻ എന്നെയാണ് വിളിക്കണേന്ന് തോന്നും. അതാണ് മാജിക് ഓഫ് കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്നേഹം, ആ ഒരു സമർപ്പണം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ വേണുഗാനം, ഭഗവാന്റെ ആ വംശിയുടെ നാദം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മള് പ്രാർത്ഥിക്കുക. ആ ഗാനം കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിൽ നിന്ന് കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ദമ്പ്, അസൂയ ഇതൊക്കെ പോയി മനസ്സ് വളരെ 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 അത്രയും ലോലമായി നിർമ്മലായിട്ട് ഡൗൺ ടു എർത്ത് ആയി മാറുമ്പോഴേ രാധാറാണി പറയുള്ളൂ, ഭഗവാനെ അവർക്കും കൂടി കേൾപ്പിച്ചു കൊടുക്കുക ആ പാട്ട് എന്ന് പറയുള്ളൂ. അങ്ങനെ പാട്ട് കേട്ട് കഴിയുമ്പോ എന്താ നമുക്ക് ഉണ്ടാവണ ഗുണം എന്ന് പറഞ്ഞാല് ബ്ലിസ്, ടോട്ടൽ ബ്ലിസ്. നമ്മൾ ഒന്നിലും അധികം സന്തോഷിക്കണില്ല, നമ്മൾ ദുഃഖത്തിൽ അധികം വറീഡ് ആവുകയും ചെയ്യണ്ട. നമ്മുടെ കൂടെ ഭഗവാനുണ്ട്, നമ്മുടെ കൂടെ സദാ ഭഗവാനുണ്ട്. ആ ഭഗവാന്റെ വേണുഗാനം എനിക്ക് എപ്പോഴും കേൾക്കുന്നുണ്ട്, ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ട്രസ്റ്റ്, ആ ഭഗവാനോടുള്ള വിശ്വാസം, ഭഗവാൻ എന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പരിപൂർണമായിട്ടുള്ള ആ ഒരു വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും. ഇതാണ് ഭഗവാന്റെ ഫ്ലൂട്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു കഥ കൂടി പറയുന്നുണ്ട്. ഈ വൃന്ദാവനത്തിലുള്ള കഥകളാണ് കേട്ടോ ഇതെല്ലാം. ഈ ഫ്ലൂട്ട് ഉണ്ടല്ലോ, ഈ ഗോപികമാർക്കെല്ലാം ഈ ഫ്ലൂട്ടിനോട് അസൂയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലൂട്ടിനോട് അസൂയ തോന്നുന്നുണ്ട്. കാരണം എപ്പോഴും ഭഗവാൻ കൊണ്ടു നടക്കുന്ന സാധനം ഇതാണ്, എപ്പോഴും ഭഗവാന്റെ കയ്യിലുണ്ടാവും. പക്ഷെ ആ ഫ്ലൂട്ട് എന്തുമാത്രം, ആ ഓടക്കുഴല്, അത് ആ മുളംതണ്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണെന്ന് അറിയാമോ ഭഗവാന്റെ ഫ്ലൂട്ടായി മാറിയത്? അതായത് ഭഗവാൻ മുളയുടെ അടുത്തുനിന്ന് അതിനെ പൊട്ടിച്ചെടുത്ത് അതിൽ ഓരോ തുളയും ഇങ്ങനെ ഇടുമ്പോ അതിങ്ങനെ വേദന കൊണ്ട് പൊളയായിരുന്നു. കൃഷ്ണ എന്നെ വേദനിപ്പിക്കല്ലേ കൃഷ്ണ, കൃഷ്ണ എന്നെ വേദനിപ്പിക്കല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്, എന്തിനാ കൃഷ്ണ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത്, എന്തിനാ കൃഷ്ണ നീ എനിക്ക് ഇത്രയും ദുഃഖം തരുന്നത് എന്ന് പറഞ്ഞിട്ട് വേദന കൊണ്ട് പൊളയായിരുന്നു ആ ഫ്ലൂട്ട്. പക്ഷെ ഓരോ തുളയും ഇട്ടിട്ടിട്ടിട്ട് അതൊരു ഫ്ലൂട്ടായി മാറിയപ്പോ ഭഗവാൻ അത് ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് മനോഹരമായിട്ട് അങ്ങനെ വേണുഗാനം പൊഴിക്കാൻ തുടങ്ങിയപ്പോ അതിന് തന്നെ മനസ്സിലായി, ഇത്രയും ഭഗവാന്റെ ശ്വാസം എന്റെ ശരീരത്തിന്റെ കൂടെ കടന്നു പോണു, ഞാൻ എത്ര ഭാഗ്യവതിയാണ്,
ഗോപികമാർക്ക് കിട്ടത്തില്ല, ആർക്കും കിട്ടില്ല. ഭഗവാന്റെ ചുണ്ട് അതിലേക്ക് സദാ ചേർന്നിരിക്കാൻ പറ്റണ ആ ഒരു ഭാഗ്യം ആർക്കാ കിട്ടാ? എനിക്ക് അതും കിട്ടിയില്ലേ കൃഷ്ണ, എനിക്ക് ആ ഭാഗ്യം തന്നില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഫ്ലൂട്ട് അതിന്റെ നോക്കൂ എത്ര വിഷമിച്ചു. പക്ഷെ ഭഗവാൻ എവിടെ എടുത്തു വെച്ചു ആ ഫ്ലൂട്ടിനെ? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് എന്താ ഇത്രയും വിഷമം ഉണ്ടാവണമെന്ന് വെച്ചാല് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ഭഗവാൻ അവിടെ വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കണാണ് ഭഗവാൻ. ആ പരീക്ഷണാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ മുളം തണ്ടി എത്ര പരീക്ഷണങ്ങൾ സഹിച്ചു, എത്ര വേദന സഹിച്ചു. പിന്നീട് എല്ലാ ഗോപികമാർക്കും ഫ്ലൂട്ടിനോട് ആ മുളം തണ്ടിനോട് അസൂയ. ഇതിന്റെ ഒരു ഭാഗ്യം നോക്കി, എത്ര ഏത് സമയം ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പറ്റണു, ഭഗവാന്റെ ചുണ്ടോട് ചേർക്കാൻ പറ്റണു, ഭഗവാന്റെ കൂടെ തന്നെ. ഭഗവാൻ ഉറങ്ങുമ്പോൾ വീട് അതിനെ കെട്ടിപ്പിടിച്ചിട്ടാ ഉറങ്ങണത്. അപ്പൊ ഒരു ദിവസം രാധാറാണി ഇങ്ങനെ വന്ന് രാധാറാണിനോട് ഗോപികമാര് പറയും, കൃഷ്ണന്റെ ആ ഫ്ലൂട്ട് നമുക്ക് അടിച്ചു മാറ്റണം എന്ന് പറയും. അപ്പൊ രാധാറാണി പറയും, ഞാൻ പോയിട്ട് അടിച്ചു മാറ്റുന്നു. അപ്പൊ ഭഗവാൻ അങ്ങനെ കിടക്കാണ് കേട്ടോ. ആ പീതാംബരധാരിയായിട്ട് ആ സുന്ദരമായ മുഖം, ആ താമരപ്പൂ പോലുള്ള കണ്ണുകളൊക്കെ അടച്ച് മുഖത്തിങ്ങനെ ആ ശ്യാമസുന്ദരാന്നാണ് കേട്ടോ രാധാറാണി വിളിക്കണത് ഭഗവാനെ. ആ ശ്യാമസുന്ദരന്റെ മുഖത്ത് തന്നെ അങ്ങനെ ആ തേജസ്സില് ഭഗവാൻ അങ്ങനെ ഒരു ആലിന്റെ ചോട്ടിൽ കിടന്നിട്ട് കലികളൊക്കെ മേയാൻ പോയിക്കണു. ഭഗവാനാണെങ്കിലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗോപാലകന്മാരുടെ കൂടെ അങ്ങനെ കിടക്കാണ്, അല്ല സുഖമയക്കത്തിലാണ്. ഭഗവാനാണെങ്കിൽ ഈ ഇതിങ്ങനെ മുരളി ഭഗവാന്റെ വംശം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കിടക്കുമ്പോ രാധാറാണി ഇങ്ങനെ വരും. അപ്പൊ രാധാറാണി നല്ല കിലുങ്ങണ പാദസര അത്ര ഇടുക. അപ്പൊ രാധാറാണിക്ക് പേടിയായി. കാരണം രാധാറാണിയുടെ പാദസരത്തിന്റെ ശബ്ദം കേട്ടാല് കൃഷ്ണൻ ഉണരും. കൃഷ്ണൻ അറിയാം, എവിടെ നിന്നാലും അറിയാം. ആദ്യമായിട്ട് രാധാറാണിയെ ഭഗവാൻ കാണുന്നത് സങ്കേത വനത്തിൽ വെച്ചിട്ടാണ്. ആദ്യം കാണുന്നത് രാധാറാണി ജനിച്ചിട്ട് കണ്ണു തുറക്കൂലല്ലോ, ആ കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആദ്യമായിട്ട് രാധാറാണിനെ കാണുന്നത് കണ്ണു തുറക്കില്ല. അപ്പോ ഭഗവാന്റെ 1ാം പിറന്നാളിന് വരുമ്പോ രാധാറാണി വൃഷഭാനു മഹാരാജു കീർത്തിമയും രാധാറാണിനെയും കൊണ്ട് വരുമ്പോ കൃഷ്ണനാണെങ്കിൽ രാധാറാണിയുടെ നെഞ്ഞത്തിങ്ങനെ അടിച്ചിട്ട്, രാധേ ഉണരു രാധേ, നീ എന്നെ കാണാൻ വേണ്ടിയിട്ടില്ല ഇത്രയും കാലം കണ്ണു തുറക്കാതിരുന്ന, ഇനി എണീക്ക് രാധയെന്ന് പറഞ്ഞിട്ട് രാധ ആദ്യമായിട്ട് കണ്ണു തുറന്ന് കാണുന്ന കൃഷ്ണനെയാണ്. ആ കുഞ്ഞു കൃഷ്ണനെയാണ് ആദ്യ രാധ കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ് വലുതായി അവര് കുറെ കഴിഞ്ഞിട്ട് ഭഗവാൻ ആദ്യമായിട്ട് കാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ നന്ദഗോപുര യശോദാമ നിരന്തരമായിട്ട് കൃഷ്ണൻ പറയും, ഞാൻ വലിയ കുട്ടിയായി, എനിക്കും ഇനി കാലികളെ മേയ്ക്കാൻ പോണെന്ന് പറഞ്ഞ് എന്നും വഴക്കാണ് കൃഷ്ണൻ. അപ്പൊ ഒരു ദിവസം നന്ദഗോപുരം പറഞ്ഞു, എന്നാ പിന്നെ നാളെ മുതൽ കൃഷ്ണനെ നമുക്ക് കാലികളെ മേയ്ക്കാൻ വിടാന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണനെ കാലികളെ മേയ്ക്കാൻ വിടുന്നതിന്റെ അന്ന് കൃഷ്ണൻ പോകുന്നത് സങ്കേത വനത്തിലാണ്. വൃന്ദാവനത്തില് ബർസാനയുടെയും നന്ദഗാവിന്റെയും നടുവിലുള്ള സ്ഥലമാണ് ഈ സങ്കേത വനം എന്ന് പറയുന്നത്. അവിടെ സങ്കേത ദേവി ഉണ്ട്. അത് പാർവതി ദേവി തന്നെയാണ് സങ്കേത ദേവി എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവിയുടെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. അപ്പൊ അവിടെ രാധാറാണി ഗോപികന്മാരുടെ കൂടെ തൊഴാൻ വേണ്ടി വരും. അപ്പോ കൃഷ്ണൻ അവിടെ കാലികളെ മേച്ച് നിൽക്കുമ്പോൾ രാധാറാണിയുടെ പാദസരത്തിന്റെ ശബ്ദം കേട്ട് ആദ്യമായിട്ട് കൃഷ്ണൻ നോക്കുമ്പോ ആ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് പറയുന്നത്. നേരത്തെ അറിയാം, പിന്നെ ജന്മാന്തരങ്ങളായിട്ട് അറിയാം, യുഗാന്തരങ്ങളായിട്ട് അറിയാം. പക്ഷെ രാധാറാണിനെ കാണുമ്പോ തന്നെ കൃഷ്ണൻ ഫെഡപ്പ് ആയിപ്പോയി. അതുപോലെ കൃഷ്ണൻ 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 എന്ന് രാധാറാണി പലതവണ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കണ ഒരാളുണ്ട്. ആ ആളിനെ രാധാറാണിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഒരു ദിവസം രാധാറാണിയുടെ ഒരു കൂട്ടുകാരി ഒരു പടം വരയ്ക്കും ഒരാളുടെ. അപ്പൊ ആ ചിത്രത്തിലുള്ള ആളിനോട് രാധാറാണിക്ക് ഇഷ്ടമായി. അങ്ങനെ പിന്നെ കൃഷ്ണന്റെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ആ ആളെന്നെ ഇഷ്ടമായി. അപ്പൊ രാധാറാണി ആദ്യം വിചാരിച്ചത് മൂന്നാളാണെന്നാണ്. അപ്പൊ ഒരു ദിവസം രാധാറാണിക്ക് വല്ലാത്ത മോശം തോന്നും. അതായത് ഞാൻ എന്ത് ടൈപ്പ് സ്ത്രീയാണ്, ഒരേ സമയം 3 ആളുകളെ സ്നേഹിക്കുക, ഒരേ സമയം 3 ആണുങ്ങളെ സ്നേഹിക്കുക, എത്ര വൃത്തികെട്ട സ്ത്രീയാണ് ഞാനെന്ന് പറഞ്ഞ് രാധാറാണി വിഷമിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ രാധാറാണിയുടെ കൂട്ടുകാരിമാര് വന്നു ചോദിക്കും, രാധ നീ എന്തിനാ ഇങ്ങനെ കരയണേന്ന് പറയും. അത് കഴിഞ്ഞിട്ട് രാധാറാണിയും ഈ കൃഷ്ണനെ വനത്തിൽ വെച്ച് കാണൂട്ടോ. അപ്പൊ രാധാറാണിക്ക് കൃഷ്ണനെ കാണുമ്പോ അയാളെന്നെ ഇഷ്ടാവും. അപ്പൊ രാധാറാണി പറയും, ഇന്നാളൊരു ദിവസം ആ ഫ്ലൂട്ട് ഒരു ഓടക്കുഴലിന്റെ ശബ്ദം കേട്ടില്ലേ, അത് കേട്ടത് മുതൽ ആ ഓടക്കുഴൽ വായിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ട് അയാളോട് എനിക്ക് ഇഷ്ടം തോന്നി. അതുപോലെ ഇന്നാള് ചിത്രലേഖ സഖി ഒരു പടം വരച്ചില്ലേ, ആ പടം വരച്ച അത് ആളോടും എനിക്ക് ഇഷ്ടം തോന്നി. മറ്റേ 3ാമത് എവിടെ വെച്ചിട്ടാ എന്തായിരുന്നു,
ആ ആ ഭഗവാന്റെ ഓരോരോ കാര്യങ്ങൾ കേൾക്കൂല. ആ നന്ദഗോപരുടെ ഒരു കുട്ടി ഉണ്ടല്ലോ, അയാള് ഭയങ്കര വീരശൂര പരാക്രമിയില്ല. അയാളുടെ കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് അയാളോട് ഇഷ്ടമാണ്. ഇന്നലെ നമ്മള് സങ്കേത വനത്തിൽ പോയപ്പോ ആ പടം വരച്ച ആളെന്നെ ഞാൻ കാണുകയും ചെയ്തു. എനിക്ക് അയാൾ തന്നെയാ മനസ്സിൽ. പക്ഷെ എനിക്ക് റിഗ്രറ്റ് തോന്നുക, ഞാൻ ആദ്യം മറ്റേ ആളെന്നെ സ്നേഹിച്ചു, പിന്നെ ഇയാളെന്നെ സ്നേഹിച്ചു, പിന്നെ അയാളെന്നെ സ്നേഹിച്ചു. ഞാനൊരു മോശം സ്ത്രീ അല്ലേ? എല്ലാവരെയും ഇങ്ങനെ സ്നേഹിക്കുക, എന്നിട്ട് ശരിക്കും സ്നേഹമാണെങ്കിൽ ഒരാളല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു മോശം ലേഡി അല്ലേ എന്ന് പറയുമ്പോ ഗോപികമാരെല്ലാം കൂടെ ചിരിക്കും. ആ ഗോപികമാരെ നീ അത്രയും നീ പറയുന്ന ആളെല്ലാം ഒറ്റ ഒരാൾ തന്നെയാണ്. ആ ഫ്ലൂട്ട് വായിച്ചത് ഒരാൾ തന്നെയാണ്, നന്ദഗോപരുടെ മോനും ഒരാൾ തന്നെയാണ്, ചിത്രലേഖ സഖി പടം വരച്ചത് അയാളെ തന്നെയാണ്, നീ ഇന്നലെ സംഗീതം വനത്തിൽ വെച്ച് കണ്ടതും അങ്ങോരെ തന്നെയാ. ആ കൃഷ്ണനെ തന്നെയാ കണ്ടത്. ആ ഗോപാലനെ തന്നെയാണ് നീ കണ്ടത്. നീ സ്നേഹിക്കുന്നത് ഒരാളെയാണ്, ഇതെല്ലാം ഒറ്റ ഒരാളാണെന്ന് പറഞ്ഞ് രാധാറാണി ആശ്വസിപ്പിക്കുക. അപ്പൊ സംഗീത വനത്തിൽ വെച്ചിട്ടാണ് രാധാറാണി ആദ്യമായിട്ട് കൃഷ്ണനും രാധയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ രാധാറാണിയുടെ വീട്ടിൽ പ്രശ്നമാകുമ്പോ രാധാറാണി ഇതുപോലെ ഇറങ്ങും, വീട്ടിൽ നിന്ന് ഇങ്ങനെ പൂജയ്ക്കാണ് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. അതുപോലെ കൃഷ്ണനും അവിടെ നിന്ന് ഇറങ്ങും കാലികളെ മേയ്ക്കാൻ. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഡെയിലി സീക്രട്ട് ആയിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സങ്കേത് വനം എന്ന് പറയുന്നത്. ഞാൻ നെക്സ്റ്റ് വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഞാൻ സങ്കേത് വൻ കണ്ടിട്ടില്ല, ഞാൻ നെക്സ്റ്റ് ഇനി നവംബറിൽ വൃന്ദാവനത്തിൽ പോകുന്നുണ്ട്, രാധാറാണി അനുഗ്രഹിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ നിങ്ങൾക്ക് സങ്കേത് വൻ കാണിച്ചു തരാം. അവിടെ പോണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അവിടെ വെച്ചിട്ടാണ് രാധയും കൃഷ്ണനും തമ്മിൽ ഡെയിലി മീറ്റ് ചെയ്തിരുന്നത്. അപ്പോ രാധാറാണി എന്താ ചെയ്യാന്ന് വെച്ചാല് പാദസരത്തിന്റെ ശബ്ദം കൃഷ്ണൻ അറിയാം. അപ്പൊ രാധാറാണിയുടെ പാദസരം രാധാറാണി ഊരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പതുക്കെ നടന്ന് കൃഷ്ണന്റെ അടുത്ത് ചെല്ലും. കൃഷ്ണന്റെ ചെല്ലുമ്പോ ഇങ്ങനെ കൃഷ്ണനെ നോക്കുമ്പോ കൃഷ്ണനെ അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്ന മുഖാണല്ലോ ഭഗവാന്റേത്. അപ്പൊ പെട്ടെന്ന് രാധാറാണി അതൊക്കെ മറക്കും. താൻ എന്തിനാ വന്നേന്ന് മറന്നുപോയി, കൃഷ്ണന്റെ ഫ്ലൂട്ട് അടിച്ച് മാറ്റാനാണ് വന്നത്. എന്നിട്ട് കൃഷ്ണനെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആ രൂപലാവണ്യത്തില് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൾ അട്രാക്റ്റീവ് ആണ്, മദന മോഹനനാണ്. 1000 കന്ദർപ്പന്മാർ 1000 കാമദേവന്മാർ വന്നു നിന്ന് ആ കൃഷ്ണനെ തോപ്പിക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല സുന്ദരനാണ് ഭഗവാന്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൃഷ്ടിയില്ല. അപ്പൊ ആ സൃഷ്ടിയെ രാധാറാണി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വന്ന കാര്യം മറന്നുപോയി. അപ്പൊ കൂട്ടുകാരിമാർ അവിടെ നിന്ന് പറഞ്ഞിട്ട് രാധേ 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 നീ എന്താ നീ വംശി എടുക്ക് എന്ന് പറയും. അപ്പൊ രാധ പെട്ടെന്ന് ഉണരും. എന്നിട്ട് രാധാറാണി പതുക്കെ കൃഷ്ണന്റെ അടുത്ത് എന്നിട്ട് മറ്റേ മീശ മാധവനില് രുക്മിണിയുടെ മറ്റേ അരഞ്ഞാൻ അടിച്ചു മാറ്റണ പോലെ രാധ കൃഷ്ണന്റെ വേണു ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ട് പതുക്കെ ഓടിപ്പോയിട്ട് വൃന്ദാദേവിയുടെ കയ്യിൽ കൊടുക്കും. വൃന്ദാദേവി അടുത്ത ആളുടെ കയ്യിൽ കൊടുക്കും, അടുത്ത ആള് വേറൊരാളുടെ കയ്യിൽ കൊടുക്കും, വേറൊരാളുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ അതിങ്ങനെ കൈമാറി കുറെ ഗോപികുമാരുടെ അടുത്ത് കൈമാറി ഇങ്ങനെ പോവാണ് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോ കൃഷ്ണൻ എണീക്കും. കൃഷ്ണൻ എണീക്കുമ്പോ കൃഷ്ണൻ നോക്കുമ്പോ തന്റെ വംശി കാണാനില്ല. കൃഷ്ണൻ അറിയാം ഏതോ ഗോപികയാണ് അത് എടുത്തത് എന്നുള്ളത് കൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് അറിയാം. അപ്പൊ കൃഷ്ണൻ ഓരോ ഗോപികുമാരുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് അവരുടെ ഇവിടെ ഇക്കിളി കൂട്ടി അപ്പൊ അവരെല്ലാം കൈ പൊന്തിക്കും. അപ്പൊ കൈ പൊന്തിക്കുന്നതിന് മുമ്പ് ഈ ഗോപിക അടുത്ത വംശി അടുത്ത ആളിലേക്ക് കൈമാറിയിട്ടുണ്ടാവും. കൃഷ്ണൻ അടുത്ത് വരുമ്പോ തന്നെ അവർ ആ വംശി എടുത്ത മറ്റേ ആളുടെ അടുത്ത് കാരണം കൃഷ്ണൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയാം. അപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ ബോഡി ഇളകുമ്പോ ഇത് വീഴും. അപ്പൊ അത് കാരണം ഓരോരുത്തർ കൈമാറി അവസാനം രാധയുടെ അടുത്ത് വരും. രാധയുടെ അടുത്ത് വരുമ്പോ കൃഷ്ണൻ നേരെ വന്ന് രാധയുടെ അടുത്തും രാധേ എന്റെ വംശിത തിരിച്ചതാ. രാധ പറയേ എന്റെ അടുത്തില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയും. എന്നാ നീ ഒന്ന് ചാടിക്കേ. അപ്പൊ ചാടെ ഓടുക ചെയ്യുമ്പോ ഇവിടെ നോക്ക വംശി ഇവിടെ നോക്ക് പൊന്തി വരും. അങ്ങനെയൊക്കെ കൃഷ്ണന്റെ കുറെ ലീലകളുണ്ട്. വംശിയുടെ തന്നെ ഒരുപാട് ലീലകളുണ്ട്. ഹോളി നടക്കുന്ന സമയത്ത് കൃഷ്ണന്റെ വംശി ഓരോ ഗോപികമാർ ഇതുപോലെ തട്ടിയെടുക്കും. കാരണം ഗോപികമാർക്കൊക്കെ അസൂയാണ് വംശീന്റെ അടുത്ത്. അങ്ങനെ ഇപ്പൊ കൃഷ്ണന്റെ കൂടെ എപ്പോഴും നീ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് രാധാറാണിക്ക് പോലും അസൂയുണ്ട്. അപ്പൊ അതാണ് കൃഷ്ണന്റെ വംശി എന്ന് പറയുന്നത്, വംശി ലീല എന്ന് പറയുന്നത്. എല്ലാവരുടെയും മനസ്സ് അസ്വസ്ഥാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, അറിയാം എല്ലാവരുടെയും, എന്റെ അടക്കം. അപ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ ഈ ലീലകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സ് കുറച്ചെങ്കിലും നമ്മളൊന്ന് ആശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നിട്ട് കഥ പറഞ്ഞു തന്നതാണ്. എനിക്കറിയാം എല്ലാവരും വല്ലാത്തൊരു വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ആണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ പ്രേമം, ഭഗവാന്റെ സ്നേഹം, ഭഗവാന്റെ കുസൃതികള് ഇത് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും ഒരു മഴയായിട്ട്, ഒരു കുളിരായിട്ട്, ഭക്തിയായിട്ട്
സ്നേഹമായിട്ട് ഭഗവാൻ പെയ്തിറങ്ങിയാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും ഭഗവാനോട് നന്ദി പറയാ. നമ്മുടെ ഓരോ ദിവസവും ഭഗവാനോട് നന്ദി പറയാ. ഒരു ദിവസം രാത്രി കിടക്കുമ്പോഴും ഭഗവാനോട് നന്ദി പറയാ. ഭഗവാൻ മാത്രമേ നമുക്കുള്ളൂ, വേറെ ആരും നമുക്കില്ല. നമുക്ക് ആരുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല, ആർക്കും നമ്മളെ പരിപൂർണമായിട്ട് രക്ഷിക്കാൻ സാധിക്കില്ല, ആർക്കും നമ്മളെ സ്നേഹിക്കാനും സാധിക്കില്ല. ഭഗവാനും രാധാറാണിക്കും മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പൊ ഒരു കയ്യിൽ ഭഗവാനും ഒരു കയ്യിൽ രാധാറാണിയും മുറുക്ക പിടിച്ചിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.